സനാദ് ആത്മഹത്യ ചെയ്ത് 1 മാസം തികഞ്ഞിട്ടും ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. സനാദ് മരിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച് വിശദമായ അന്വേഷണം വേണമെന്നും തങ്ങൾക്ക് നീതി കിട്ടണമെന്നും പറഞ്ഞ് സനാദിന്റെ മാതാവ് പുഷ്പജ വിതുമ്പി. നീതി ചെയ്തിയാൾ ആരാന്ന് എനിക്കറിയില്ല. സ്കൂളിൽ നിന്ന് ഒരു വിളി പോലും എന്നെ വിളിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് അമ്മ ചെയ്തതെന്ന് എനിക്കറിയില്ല. മകൻ നഷ്ടപ്പെട്ടിട്ടും നീതി കിട്ടാൻ കുടുംബമാകെ സമരം നടത്തേണ്ട അവസ്ഥയാണ് നാട്ടിലെന്ന് പിതാവ് സത്യനാഥൻ പറഞ്ഞു. പ്രിൻസിപ്പൽ, സ്കൂളിലെ ഒരു അധ്യാപിക, സ്കൂൾ സംരക്ഷണ സമിതി പ്രസിഡന്റ് തുടങ്ങിയവരാണ് സനാദിന്റെ മരണത്തിന് ഉത്തരവാദികൾ. പോലീസ് വേണ്ട രീതിയിൽ അന്വേഷിച്ചില്ലെങ്കിൽ സമരം കലക്ടറേറ്റ് പടിക്കലേക്ക് മാറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മൾ ഇതിനൊരു തീരുമാനമായിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കുടുംബസമേതം കലക്ടറേറ്റിൽ നിരാഹാര സത്യാഗ്രഹം നടത്താനാണ് നമ്മൾ കുടുംബക്കാരെല്ലാം തീരുമാനമുള്ളത്. സ്കൂളിൽ നിന്നും കൂട്ടുകാർക്കൊപ്പം സെൽഫി എടുത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് സനാദിന്റെ മരണത്തിൽ കലാശിച്ചത്. സെൽഫിയിൽ ഉൾപ്പെട്ട പെൺകുട്ടിയുടെ ബന്ധുക്കൾ സ്കൂളിൽ വെച്ച് സനാദിനെ മർദ്ദിച്ചിരുന്നു. പ്രിൻസിപ്പലിന്റെ സാന്നിധ്യത്തിലായിരുന്നു മർദ്ദനമെന്നും പിതാവ് പറഞ്ഞു. ഇതാണ് സനാദ് ജീവനൊടുക്കാൻ കാരണം. സ്കൂളിലെ അധ്യാപിക പെൺകുട്ടിയടങ്ങിയ ഫോട്ടോ രക്ഷിതാക്കൾക്ക് അയച്ചു കൊടുത്തതാണ് പ്രശ്നങ്ങൾ വഷളാക്കിയതെന്നും സനാദിന്റെ ബന്ധുക്കൾ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, കണ്ണൂർ.